ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതും KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നാണ് VD സതീശൻ ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്ന ഒരു പദ്ധതി. ഈ പദ്ധതി എപ്പോഴാണ് ഇത് പ്രഖ്യാപിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ പുതുയുഗ യാത്ര നടത്തിയിരുന്നു ഈ VD സതീശൻ. നടത്തിയ പുതുയുഗ യാത്രയുടെ അവസാന ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി വന്നതും കേരളത്തിലെ 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചതും. അതിൽ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ ഒരുങ്ങുന്നു എന്നാണ് പറഞ്ഞത്. അതിൽ ഒരു ഗ്യാരണ്ടിയാണ് സ്ത്രീകൾക്ക് സൗജന്യ KSRTCയിലെ യാത്ര. പക്ഷെ ആ ഒരു യാത്ര സ്ത്രീകൾക്ക് ഏത് ബസ്സിലും പോകാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് വന്നേക്കുന്നത് കുറച്ച് മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. എന്താണ് മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ 15-ാം തീയതി മുതൽ പിങ്ക് ബസ് ആയിരിക്കും സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള യാത്ര ഉണ്ടാവുക. ഈ 15-ാം തീയതി എന്ന് പറഞ്ഞ ഒരു ദിവസത്തിൽ ഈ പുതിയൊരു ബസ് ഇനിയിപ്പോൾ പുറത്തിറക്കുകയാണെങ്കിൽ അതിന് ഒരു അമിത ചിലവല്ലേ? ഇനി അതുമല്ല, വിട്ടേക്ക്, പുതിയ ബസ്സിന്റെ കാര്യം അങ്ങ് വിട്ടേക്ക്. നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് തന്നെ ഒന്ന് മോഡിഫൈ ചെയ്ത് പിങ്ക് ബസ് ആക്കാനാണെങ്കിൽ ആ ബസ് പോകുന്ന റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഗതാഗത തടസ്സം വരില്ലേ? അവരുടെ സമയക്രമം മാറില്ലേ? അവർക്കൊരു ബുദ്ധിമുട്ടാകില്ലേ? അപ്പോൾ ശരിക്കും പാലിക്കാൻ പറ്റാത്ത വാഗ്ദാനം എന്തിനാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടും നടപ്പാക്കില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം വിശ്വസിക്കുന്നുണ്ട്, ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ചില തെളിവുകളാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഈ ഓരോരോ മുട്ടുന്യായങ്ങൾ. ആദ്യം നിങ്ങൾ പറഞ്ഞു KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള ഒരു യാത്രയാണ്, പ്രായഭേദമന്യുള്ള ഒരു യാത്രയാണ്, അത് ഇപ്പോഴും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ബസ്സുകളിലും കയറാമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾ ജെൻഡർ ടിക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ആവർത്തിച്ചതും അതിൽ എത്ര സ്ത്രീകൾ കയറുന്നു, എത്ര പുരുഷന്മാർ കയറുന്നു എന്ന് പറഞ്ഞതും. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, ഈ ജെൻഡർ ടിക്കറ്റിംഗ് വച്ചിട്ട് എത്ര സ്ത്രീകളാണ് ഒരു KSRTC ബസ്സിൽ കയറുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീകളെല്ലാം ഈ പിങ്ക് ബസ്സിൽ കയറുമ്പോൾ, കാരണം ഭാര്യയും ഭർത്താവും ചിലപ്പോൾ ജോലിക്ക് പോകുന്നവരുണ്ടാവും, അവർ KSRTC ബസ്സിലായിരിക്കും ഒരുമിച്ചായിരിക്കും പോകുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ ടിക്കറ്റ് ആണ് എന്ന് വെച്ചിട്ട് ഇനി ഭർത്താവ് വേറെ ബസ്സിലും ഭാര്യ പിങ്ക് ബസ്സിലും പോകണോ? ഒരു ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ട്രാൻസ്ജെൻഡേഴ്സിൽ തന്നെ സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾക്ക് ഈ പിങ്ക് ബസ്സിൽ കയറാൻ സമ്മതിക്കുമോ, അതോ അവരെ മാറ്റി നിർത്തുമോ? ശരിക്കും പറഞ്ഞാൽ അവരും ഒരു സ്ത്രീയാണ്. പലരും ഈ സമൂഹത്തിൽ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ തന്നെ അതിലുണ്ട് മെയിൽ, ഫീമെയിൽ, അതേഴ്സ് എന്ന്. ഈ മറ്റുള്ളവ എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സും പെടുമല്ലോ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കേരളത്തിലെ കുറച്ച് വികൃത മനസ്സുള്ള ആളുകൾക്ക് മാത്രം ട്രാൻസ്ജെൻഡേഴ്സിനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യില്ല എന്നല്ലോ അതിന്റെ അർത്ഥം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് നിങ്ങൾക്ക് സൗജന്യ യാത്ര കൊടുക്കാമെങ്കിൽ അതിൽ ട്രാൻസ്ജെൻഡേഴ്സും ഉൾപ്പെടണം. ഈ പിങ്ക് ബസ്സിൽ 15-ാം തീയതിക്ക് ശേഷം ഒരു ട്രാൻസ്ജെൻഡർ കയറുകയാണെങ്കിൽ അവർക്ക് ഈ സൗജന്യ യാത്ര ലഭിക്കുമോ, അതോ അവരെ ആ ബസ്സിൽ കയറ്റുമോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്, നിങ്ങൾ എങ്ങനെയാണ് ഇതൊരു ചെലവ് ചുരുക്കലാണ് എന്റെ ആദ്യത്തെ നടപടി എന്നാണ് മുഖ്യമന്ത്രിയായ VD സതീശൻ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ പുതിയൊരു ബസ് എടുക്കുകയാണെങ്കിലും അതൊരു അമിത ചെലവ് തന്നെയാണ്. മാത്രവുമല്ല, ഇപ്പോൾ നിലവിലൊരു ബസ് തന്നെ ആ റൂട്ടിൽ നിന്ന് മാറ്റി പിങ്ക് ബസ് ആക്കാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നുള്ള കാര്യം ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ കർണാടകയിലും തമിഴ്നാട്ടിലുമെല്ലാം ഇത് അത്ര വിജയിച്ച പദ്ധതി ഒന്നുമല്ല. അവിടെയുള്ള ചരിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതുകൊണ്ട് തന്നെ പാലിക്കാൻ പറ്റാത്ത മറ്റൊരു വാഗ്ദാനമായിട്ട് ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ആദ്യത്തെ ഗ്യാരണ്ടിയായ ഈ ഒരു KSRTC സൗജന്യ യാത്ര പെട്ടിപ്പുറത്താകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. കാരണം ഇപ്പോൾ തന്നെ KSRTCയിലെ ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് വലിയ തോതിൽ KSRTCനെ ബാധിക്കും. കാരണം ഇപ്പോൾ ഒന്ന് ഓടി ജീവൻ വെച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെയും അത് 2 മാസം പോലും വേണ്ട, പുറത്താകുമെന്നാണ് രാഹുൽ ഗാന്ധി ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായ KB ഗണേഷ് കുമാർ പറഞ്ഞത്. വഴിപോക്കന്മാർ വന്ന് പറയുന്ന പോലെയല്ല. കാരണം പ്രതിപക്ഷ നേതാവിനെ വഴിപോക്കെന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. അതെന്തോ ആവട്ടെ, അത് അവരുടെ കാര്യം. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, KSRTC ബസ് സൗജന്യ യാത്ര കൊടുത്തു കഴിഞ്ഞാൽ KSRTC ബസ് കട്ടപ്പുറത്താകും, യാതൊരു സംശയവുമില്ല. ഇനി പ്രൈവറ്റ് ബസ്സുകാരും ഇതിനെതിരെ സമരം ചെയ്യാൻ വരുന്നുണ്ട്. കാരണം അവരുടെ കനിയിലും പാറ്റിനും തുല്യമാണ്. ഇത്രയും നാളും ഇവിടെ KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സും ഒക്കെയാണ് പോയിക്കോട്ടെ. പ്രൈവറ്റ് ബസ് എത്തിച്ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ KSRTC ബസ് പോകുന്നുമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബസ്സിനും ഒരുപോലെ നിങ്ങൾക്ക് സൗജന്യ യാത്ര കൊടുത്തൂടെ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് KSRTC ബസ്സിന് മാത്രം കൊടുക്കുന്നത്? എല്ലാ KSRTC ബസ്സിലും ആദ്യം കൊടുക്കുന്നു പറയുന്ന, ഇപ്പോൾ എല്ലാ KSRTC ബസ്സിലും ഇല്ല, പിങ്ക് ബസ്സിൽ മാത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ ആ പിങ്ക് ബസ്സിൽ കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള, അതായത് സംഭവിച്ചേക്കാവുന്ന കുറച്ച്
കാര്യങ്ങൾ കൂടി വി.ഡി. സതീശൻ പരിഗണിച്ചിട്ടാണോ ഇത്തരം ഒരു മണ്ടൻ തീരുമാനങ്ങൾ കേരളത്തിൽ നടപ്പാക്കുന്നതെന്നാണ് നമുക്ക് അറിയാനുള്ളത്. കാരണം എന്താണെങ്കിലും ഇന്ദിരാ ഗ്യാരണ്ടി എന്നൊരു പരിപാടി അല്ലെങ്കിൽ പദ്ധതി നടപ്പാക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചു. അത് വെച്ചിട്ടല്ല നിങ്ങൾ കേരളത്തിൽ വോട്ട് പിടിച്ചതെന്ന് ഇവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികളിൽ നിങ്ങൾ വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് മോഡിഫിക്കേഷൻ എന്നുള്ളത്. ഈ മോഡിഫിക്കേഷനെ പറ്റി പഠിക്കാനായിട്ട് ഒരു സമിതി നിർമ്മിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ മോഡിഫിക്കേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ യുവജനങ്ങളെല്ലാം നിങ്ങൾക്കെതിരെ തന്നെയാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയുന്ന ആന മണ്ടത്തരങ്ങളെല്ലാം ശരിക്കും പാലിക്കപ്പെടുമോ എന്ന് കൂടി ഓർത്തിട്ട് വേണം ഇനിയും നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് വിളംബരം കൊടുക്കുമ്പോൾ എത്ര സ്ത്രീകളാണ് ഇവിടെ ഇതിലെല്ലാം അർഹരെന്നും കൂടി നിങ്ങൾ വിചാരിക്കാം. കാരണം സ്ത്രീകൾക്കല്ല ശരിക്കും സൗജന്യ യാത്ര കൊടുക്കേണ്ടത്. ഒന്നെങ്കിൽ ഡിസേബിൾഡ് പേഴ്സൺസിന് കൊടുക്കാം, അല്ലെങ്കിൽ പ്രായമേറിയ അതായത് വയസ്സായ സീനിയർ സിറ്റിസൺസ് ആയ വൃദ്ധന്മാർക്കും കൊടുക്കാം. ഇങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു കൺസെഷൻ പോലെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അല്ലാതെ ഈ കുഞ്ഞു പ്രായത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും, അതായത് തൊഴിലുള്ള സ്ത്രീകൾക്കും എല്ലാവർക്കും എന്തിനാണ് ഈ ഒരു ആനുകൂല്യം? അതിന്റെ ആവശ്യമുണ്ടോ? ഒന്നാമത്തെ നമ്മുടെ കേരളം എന്ന് പറയുന്നത് അത്ര വലിയ സമ്പദ് വ്യവസ്ഥയുള്ളതല്ല. കാരണം നമ്മുടെ ഖജനാവിൽ പൈസ ഇല്ല, പൂച്ച പെറ്റ് കിടക്കുകയാണെന്ന് തന്നെ താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം താങ്കൾ പ്രതിപക്ഷ നേതാവായപ്പോൾ പൂച്ച പെറ്റ് കിടക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പൂച്ച പെറ്റ് കിടക്കുന്നതിൽ ഇപ്പോൾ തന്നെ പൈസ കൊണ്ട് നമുക്ക് നിറയ്ക്കാനൊന്നും പറ്റില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ഉട്ടോപ്യൻ സോഷ്യലിസം പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ കേരളം ഒന്നും കൂടി കടക്കണിയിലേക്ക് പോവുകയുള്ളൂ.